പാഠം 316 ചില ധനകാര്യ ചിന്തകൾ. ഹലോ, അതെ. ഞാൻ സുശീലയുടെ കാര്യം ആലോചിച്ചിരുന്നു. പക്ഷേ എടുത്ത ചാടി ഒരു തീരുമാനം എടുക്കണ്ടെന്ന് എന്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. ശരി, എന്തായാലും സുശീല ഒന്ന് ഓഫീസിലേക്ക് വരും. പറ്റിയ ശിവൻകുട്ടിയോടെ കൂടെ കൂട്ടിക്കും. നമുക്ക് സംസാരിച്ച് നോക്കാം. വഴക്കില്ലാതെ ഇരുമെങ്കിൽ അതല്ലേ നല്ലത്. ശരി. വഴക്കില്ലാതെ തീർക്കുന്നത് സാധാരണ രീതിയിൽ വക്കീലന്മാരുടെ രീതി അല്ലല്ലോ. എങ്ങനെ വഴക്കുണ്ടാക്കാം എന്നാണല്ലോ നിങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കാറില്ല. പക്ഷേ വഴക്കൊഴിവാക്കാൻ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്ന ശീലവും ഞങ്ങൾക്കില്ല. ഇതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കമാ. സുശീലയും ശിവൻകുട്ടിയും. സുശീലയ്ക്ക് ഇപ്പോൾ ഡൈവോഴ്സ് വേണം. അപ്പൊ പിന്നെ വാങ്ങിക്കോട്ട്. അതാണല്ലോ നിങ്ങളുടെ വക്കീലന്മാരുടെ രീതി. ഏതെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ സാമ്പാറിൽ ഉപ്പ് കൂടിയതിന്റെയോ സാരി വാങ്ങാത്തതിന്റെയോ പേരിൽ ഒരു കുഞ്ഞ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഉടനെ അതിൽ കയറി ഇടപെട്ട് അതിനൊരു വലിയ വഴക്കാക്കി കേസാക്കി എങ്ങനെ അവരെ തമ്മിൽ പിരിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ജോലി. പിന്നെന്തിനാ നീ ഇപ്പൊ ഒത്തുതീർപ്പിന് ശ്രമിച്ചത്? ഞങ്ങൾ ആരും ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും വഴക്കിലിടപെട്ട് അത് വഷളാക്കാറില്ല. പക്ഷേ ഏതെങ്കിലും ഭാര്യയോ ഭർത്താവോ മറ്റേ കൊണ്ട് പൊറുതിമുട്ടി ഒരുമിച്ച് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞു വരുമ്പോൾ അത് പറ്റില്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ, മരിക്കുന്നത് വരെ ഒരുമിച്ച് ജീവിക്കണം എന്ന് നിർബന്ധിക്കാറുമില്ല. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയുക, അതല്ലേ നല്ലത്. ഇപ്പോ ഈ സുശീലയുടെയും ശിവൻകുട്ടിയുടെയും പ്രശ്നം എന്താ? ശിവൻകുട്ടി മാന്യനാണ്, അന്തസ്സുള്ള ജോലിയുണ്ട്, കള്ളു കുടിക്കില്ല, അനാവശ്യമായി പണം ദൂർത്തടിക്കുകയില്ല. അതുകൊണ്ടാണോ സുശീലയ്ക്ക് അയാളോട് ജീവിക്കാൻ പറ്റാത്തത്? കൊള്ളാം. അതുകൊണ്ടല്ല, ഈ പറയുന്ന സുശീലയ്ക്കും ജോലിയുണ്ട്, തരക്കേടില്ലാത്ത വരുമാനമുണ്ട്. പക്ഷേ സുശീലയ്ക്ക് കിട്ടുന്ന ശമ്പളം ശിവൻകുട്ടിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കണം. ഒരു 10 രൂപ പോലും സ്വന്തം ഇഷ്ടപ്രകാരം ചെലവാക്കാൻ സുശീലയ്ക്ക് അധികാരമില്ല. അതിനെന്താ കുഴപ്പം? പൊതുവെ പണം ചെലവാക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾക്ക് വിവേകമില്ല. വെറുതെ വാരിക്കോരി അങ്ങ് ചെലവാക്കും. ഈ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. നിനക്ക് കിട്ടുന്ന കാശ് നിന്റെ ഇഷ്ടത്തിന് ചെലവാക്കാൻ ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ പണ്ടേ നമ്മൾ തെണ്ടി കുത്തുവാള എടുത്തു പോയനെ. നമ്മുടെ കാര്യം അവിടെ നിൽക്കട്ടെ, സുശീലയുടെ കാര്യം പറയാം. സുശീല കാശ് വേണമെന്ന് പറയുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല, അവളുടെ 2 അനിയത്തിമാർക്ക് പഠിപ്പിനുള്ള ചെലവിനാണ്. പക്ഷേ ശിവൻകുട്ടിയെ സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീട്ടിലെ ആവശ്യത്തിനാണ് കാശ് ചെലവാക്കേണ്ടത്, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണ്ട എന്ന ഒറ്റ വാശി. അവിടെയും ന്യായം ശിവൻകുട്ടിയുടെ പക്ഷത്താണ്. വീട്ടുകാർ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയച്ചിട്ട് പിന്നെയും അവളുടെ ശമ്പളം ചോദിക്കുന്ന ന്യായമാണോ? കല്യാണം കഴിഞ്ഞാൽ ശമ്പളം ഭർത്താവിന്റെ കൈ തന്നെ കൊടുക്കണം. മോഹനേട്ടാ, കല്യാണം കഴിഞ്ഞു എന്നോർത്ത് ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ തന്നെ അത് ശരിയാണോ? ശിവൻകുട്ടിക്കും സുശീലയ്ക്കും ആവശ്യത്തിന് പണമുണ്ട്. അപ്പോൾ അവരുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് അവൾ അവളുടെ വീട്ടുകാർക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. തെറ്റുണ്ട്. ഇന്ന് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു നോക്കും. ശിവൻകുട്ടി വഴങ്ങിയില്ലെങ്കിൽ സുശീല ശിവൻകുട്ടിക്കെതിരെ കേസ് കൊടുക്കും. അതോടെ ശിവൻകുട്ടിക്ക് ഭാര്യയും പോവും, ഭാര്യയുടെ ശമ്പളം മുഴുവനും പോവും. അത്രേ ഉള്ള കാര്യം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായി. ഇത്രയും കാലത്തിനിടയ്ക്ക് നീ നിനക്ക് കിട്ടിയ പണം മുഴുവൻ അണാ പൈസ കുറയാതെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നിന്റെ വീട്ടിലെ ഒരാവശ്യത്തിനും പണം കൊടുത്തിട്ടുമില്ല. എന്തുകൊണ്ടാ? അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാം. പക്ഷേ അതേ നീ തന്നെ സുശീലയോട് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സുശീലയുടെ കുടുംബം കോളാക്കുന്നു. മോഹനേട്ടാ, ഞാൻ ആദ്യേ പറഞ്ഞു നമ്മുടെ കാര്യം ഇക്കാര്യത്തിലേക്ക് വലിച്ചഴക്കണ്ട എന്ന്. ഇത് സുശീലയുടെ ശിവൻകുട്ടിയുടെ പ്രശ്നമാണ്. ഒരു സ്ത്രീ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയാൽ അതെങ്ങനെ ചെലവാക്കണമെന്നും അവൾക്കറിയാം. പണം ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പാടൊന്നുമല്ലല്ലോ അത് ചെലവാക്കാൻ. പണം ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പണം ചെലവാക്കാൻ. പക്ഷേ ശരിയായ രീതിയിൽ പണം ചെലവാക്കണമെങ്കിൽ ബുദ്ധിയും പക്വതയും വേണം. അത് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആണുങ്ങൾക്കാണ്. അല്ലെങ്കിൽ തന്നെ വീടിന്റെ നാഥൻ ആണല്ലേ. അപ്പോ പണം എങ്ങനെ ചെലവാക്കണമെന്ന് അയാൾ തീരുമാനിക്കും. ആണുങ്ങൾ മാത്രം പണം സമ്പാദിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന നാട്ടു നടപ്പാണ് ഇപ്പൊ പറഞ്ഞത്. കാലം മാറി മോഹനേട്ടാ, പെണ്ണുങ്ങൾക്കും ജോലിയും വരുമാനവും ഉണ്ടായി.
അപ്പോൾ കാശ് ചെലവാക്കാനും പെണ്ണുങ്ങൾക്ക് അധികാരം വേണം. എന്നിട്ട് നീ എന്തിനാ നിനക്ക് പണം കിട്ടുമ്പോ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നത്? ഭാമേ, സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്ത ആശയങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആവശ്യപ്പെടരുത്. ഭർത്താവ് ഭാര്യയെക്കാൾ ഉയരത്തിലാണെന്നും ഭർത്താവാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും അറിയാവുന്ന നീ നിന്റെ പണം എന്റെ കയ്യിൽ തരും. എന്നിട്ട് ഇതേ ആവശ്യം പറഞ്ഞ ശിവൻകുട്ടിയെ കുറ്റക്കാരനാക്കി അയാളെയും സുശീലയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നു. കഷ്ടം. മോഹനേട്ടാ, നമ്മുടെ കാര്യം ഇവിടെ ഒരു പ്രശ്നമല്ല. സുശീലയുടെ ആവശ്യത്തിന് ന്യായം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ഒരു ന്യായമില്ല. അത് നമുക്ക് കാണാം. മര്യാദക്ക് നിന്നല്ലെങ്കിൽ ശിവകുട്ടി വിവരം പറയും. കാശുണ്ടാക്കാൻ പെണ്ണുങ്ങള്, അത് വാങ്ങി പോക്കറ്റിലിടാൻ ആണുങ്ങള്. ഈ വ്യവസ്ഥ മാറണമല്ലോ. ഓഹോ, പിന്നെ പറയന്നെ, ജോലിയായി കുറച്ച് പൈസ സമ്പാദിച്ചു തുടങ്ങിയപ്പോ പെണ്ണുങ്ങളൊക്കെ അഹങ്കാരികളായി. അഹങ്കാരികൾ. ഇത് അഹങ്കാരമൊന്നും അല്ല കാഞ്ചന സാറേ. പൈസ സമ്പാദിക്കുന്നവർക്ക് അത് ചെലവാക്കാനുള്ള അനുവാദം ഇല്ലെന്ന് പറഞ്ഞ കാഞ്ചന സാർ ഒക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടാ പ്രഹ്ലാദൻ ചേട്ടൻ ഇങ്ങനെ ആവുന്നത്. വേറെ എന്ത് ചെയ്യും പ്രഭേ? എന്തായാലും കഴുത്തി താലി കെട്ടിപ്പോയില്ലേ, സഹിക്കന്നെ. ഇങ്ങനെ നിങ്ങളൊക്കെ സഹിക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ട് ആണുങ്ങൾ നമ്മുടെ തോളി കയറി ഭരിക്കുന്നത്. പെണ്ണുങ്ങളെ പ്രതികരിച്ചു തുടങ്ങിയ ഇവരുടെ ഒന്നും പൊടി പോലും കാണില്ല. സ്വയംപ്രഭേ, ഏതാണ് നിങ്ങളുടെ തോളി കയറിയത്? അതല്ല സാർ, ഈ കാഞ്ചന സാറിന്റെ ഒരു അവസ്ഥ പറയായിരുന്നു. സാറിന്റെ ഭർത്താവിന്റെ ജോലി പോയിട്ട് 3 മാസമായി. ഇപ്പൊ ആകെയുള്ള വരുമാനം കാഞ്ചന സാറിന്റെ ശമ്പളം. അതെടുത്ത് പ്രഹ്ലാദൻ ചേട്ടൻ കള്ളു കുടിച്ച കാഞ്ചന സാർ സഹിക്കൂ? വീട്ടിലെ ആവശ്യങ്ങൾ കരുതി വെച്ചിരിക്കുന്ന കാശ പ്രഹ്ലാദൻ ചേട്ടൻ തോന്നും പോലെ ചെലവാക്കണത്. അല്ലെങ്കിൽ തന്നെ വീട്ടിലെ ആവശ്യങ്ങളെ പറ്റി ആണുങ്ങൾക്ക് എന്തറിയാം? സാറിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മാസം വീട്ടിലേക്ക് എത്ര കിലോ അരി വേണം, എത്ര പച്ചക്കറി വേണം, ഉപ്പും മുളകും എത്ര വേണമെന്ന് സാറിന് അറിയാവോ? അതൊക്കെയാണോ വലിയ കാര്യം? വിശപ്പിനേക്കാളും വലിയ കാര്യം ഉണ്ടോ സാർ? അപ്പൊ ഭക്ഷണം തന്നെയാണ് പ്രധാനം. എന്താണ് കാഞ്ചനയുടെ പ്രശ്നം? ഞാൻ എനിക്കായിട്ട് ഒന്നും ചോദിക്കുന്നില്ല സാർ. പക്ഷെ ഞാൻ സമ്പാദിക്കുന്ന കാശ് പ്രഹ്ലാദേട്ടന് തോന്നുന്ന പോലെ ചെലവാക്കിയാൽ ഞാൻ എങ്ങനെ നോക്കി നിൽക്കും? ചോദിക്കുമ്പോ പറയുന്ന ന്യായമാണ് കഷ്ടം. കാശ് ചെലവാക്കാനുള്ള അധികാരം ആണുങ്ങൾക്കാണെന്ന്. സ്വയം സമ്പാദിക്കുന്ന ആണെങ്കിൽ ഇഷ്ടം പോലെ ചെലവാക്കിക്കോട്ടെ. എന്റെ ശമ്പളം ദൂർത്തടിക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. സത്യം പറയാലോ സാറേ, എന്റെ ഒരു കല്യാണാലോചന മുടങ്ങിയത് പോലും അങ്ങനെയാ. പെണ്ണ് കാണാൻ വന്നപ്പോ അയാളുടെ ഒരു ചോദ്യം, എത്ര രൂപ ശമ്പളം കിട്ടുമെന്നു. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. ഉടനെ ഒരു ചോദ്യം, അതിൽ എത്ര രൂപ സ്വയംപ്രഭ ചെലവാക്കുമെന്ന്. ഞാൻ പറഞ്ഞു അതങ്ങനെ പറയാൻ പറ്റില്ല, ആവശ്യത്തിന് ചെലവാക്കുമെന്ന്. അപ്പൊ അയാള് പറയാ, കല്യാണം കഴിഞ്ഞ അതൊക്കെ നിർത്തിക്കോണം, കാശ് അയാളുടെ കയ്യിൽ കൊടുക്കണം, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചോദിച്ചാൽ മതി, അയാൾ തരാന്ന്. ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് എന്റെ സൗകര്യം പോലെ ചെലവാക്കുമെന്ന് ഞാനും പറഞ്ഞു. കല്യാണാലോചന അവിടെ മുടങ്ങി. അയ്യോ, സാറൊന്ന് നേരത്തെ വന്നോ? അല്ല, പുഷ്കറിന്റെ സ്ഥലം നോക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ല. ഒന്ന് വന്നേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എനിക്കറിയില്ല. കുഴപ്പാവൂ? ഇന്നത്തെ കാഴ്ച ഫലം ശരിയല്ല. സാർ, ആ, ശിശുപാലിന് സുഖമല്ലേ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, സുഖമല്ലേ എന്ന് പിന്നെ എങ്ങനെ ചോദിക്കണം? സുഖാണ് സാർ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അതെ സാർ. ശിശുപാലിന്റെ ഭാര്യയ്ക്ക് ജോലിയില്ലേ? ഉണ്ട് സാർ. അവർ ശമ്പളം കിട്ടിക്കഴിയുമ്പോ അത് ശിശുപാലിന്റെ കൈ കൊണ്ട് തരാറില്ലേ? എന്താ ചിരിക്കുന്നേ? എന്റെ പൊന്ന് സാറേ, അവളുടെ ശമ്പളം എത്രയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്റെ ശമ്പളം കൃത്യമായിട്ട് അവൾക്കറിയാം.
ശമ്പളം കിട്ടുന്ന ദിവസം വൈകിട്ട് ഞാൻ ചെന്ന പാടെ അവൾ അത് വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. ഒരു 100 രൂപ കുറവുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം മാറും. അതുകൊണ്ടല്ലേ വല്ലപ്പോഴേക്ക് സ്മോൾ അടിക്കണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും ചെലവിൽ കുടിക്കേണ്ടി വരുന്നത്. അപ്പോ ശിശുപാലന്റെ ആവശ്യങ്ങൾക്ക് അത് അവളോട് ചോദിക്കണം. അല്ല, പിശിക്കാണെങ്കിലും അത്യാവശ്യം ചില്ലറയൊക്കെ തരും. ശിശുപാലനല്ലേ വീട്ടിലെ ഗൃഹനാഥൻ? അതിലൊക്കെ എന്തിരിക്കുന്നു സാറേ? വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അവൾ കൃത്യമായിട്ട് നോക്കും. എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. വെറുതെ ഞാനെന്തിനാ അതിലിടപെട്ട് കുളമാക്കുന്നേ? എന്നാലും ശിശുപാല ആ പെണ്ണുങ്ങൾ കാശ് ചിലവാക്കാന്ന് വെച്ചാ എന്താ കുഴപ്പം സാറേ? വീട്ടിലെ കാര്യങ്ങൾ അവർക്കറിയാവുന്ന പോലെ നമുക്കറിയില്ലല്ലോ. അല്ല, എന്താ സാറേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഒന്നുമില്ല. നമ്മുടെ നാട്ടില് നൂറ്റാണ്ടുകളായിട്ട് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റാൻ നോക്കണോ? നമ്മുടെ സൗകര്യമല്ലേ സാറേ കാര്യം. എന്നാ പിന്നെ ശിശുപാലൻ പൊയ്ക്കോ. നമസ്കാരം സാർ. മോനോജ് സാർ നേരത്തെ എന്താ വെച്ചു സാറേ? താലൂക്ക് ഓഫീസ് പോകേണ്ട ഒരു കാര്യമായിരുന്നു. ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് നടന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഓ, ഞാൻ സാറിനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. സാറേ, ഇന്നലെ ഞാൻ ഒരു പെണ്ണ് കാണാൻ പോയി. തരക്കേടില്ലാത്ത ബന്ധമാണെന്നാ തോന്നണേ. മിക്കവാറും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ലത്. ഒരു പെണ്ണ് കെട്ടിയാൽ ഉത്തമന് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. ഓ, അല്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതല്ല. ഉത്തമാ. ഓ, എന്താ സാറേ? ഇവിടെ വരുന്നേ ഇവരെയും. എന്താ സാറേ? ഉത്തമൻ കണ്ട പെണ്ണിന് ജോലിയുണ്ടോ? ഉണ്ട് സാറേ. നമ്മുടെ ദിവാര സാറിന്റെ ഫാക്ടറിയിലെ കണക്കെടുത്താണ് ജോലി. സത്യം പറഞ്ഞ ജോലിയുള്ള പെണ്ണിനെ അന്വേഷിച്ചാണല്ലോ ഞാൻ ഇത്രയും നാളും നടന്നത്. എങ്കിൽ ഉത്തമൻ കാണിച്ചത് വലിയ അബദ്ധമായി പോയി. സത്യത്തിൽ ജോലി ഇല്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതാണ് ബുദ്ധി. സാർ എന്തോന്ന് വർത്താനാണ് പറയുന്നത്? ഇക്കാലത്ത് ഒരാളുടെ വരുമാനം കൊണ്ട് മാത്രം എങ്ങനെയാണ് ജീവിക്കുന്നത്? പക്ഷേ വരുമാനം കുറഞ്ഞാലും മനസമാധാനം ഉണ്ടാകുമല്ലോ. ജോലിയും വരുമാനവും ഉള്ള പെണ്ണുങ്ങൾ ഭയങ്കര അഹങ്കാരികളായിരിക്കും. ഭർത്താവിനെ അവർക്ക് ഒരു വിലയും കാണില്ല. ജോലി ചെയ്ത് കിട്ടുന്ന പണം ഭർത്താവിനെ ഏൽപ്പിക്കാൻ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഭയങ്കര മടിയാ. അല്ല സാറേ, അതിപ്പോ ഈ കാശ് എന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണോ നിർബന്ധമൊന്നുമില്ല. കാര്യങ്ങൾ നടന്നാ പോരെ. ആര് കാശ് ചെലവാക്കിയാലെന്താ? അങ്ങനെയല്ല ഉത്തമ. പണം ചെലവാക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾക്ക് സാമർഥ്യമില്ല. അവർ ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടമാനം ധൂർത്തടിച്ചു കളയും. സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും ഭർത്താവിന്റെ നിയന്ത്രണം ഉണ്ടാവണം. ഇപ്പോ ഉത്തമൻ കല്യാണം ആലോചിച്ച പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് കാശിന്റെ കാര്യത്തിൽ ഉത്തമനെ അനുസരിക്കും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞാൻ ഉണ്ടാക്കുന്ന കാശ് എനിക്ക് തോന്നും പോലെ ചെലവാക്കും എന്ന് പറഞ്ഞാൽ ഉത്തമൻ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അങ്ങനെ പറയും. സ്വയംപ്രഭയെ പോലത്തെ പെണ്ണാണെങ്കിൽ ഉത്തമന്റെ കാര്യം പോക്കാം. അല്ലെങ്കിൽ പിന്നെ ഭാര്യയെ വരച്ച വരയിൽ നിർത്താനുള്ള കഴിവുണ്ടാവും. ഉത്തമനതുണ്ടോ? എനിക്ക് സംശയം. അല്ല സാറേ, ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ. ഉത്തമന് ഭാമ അറിയാല്ല, വലിയ തന്റെ അടിയാ. പക്ഷേ ഫീസ് കിട്ടിയാൽ ഒരു പൈസ കുറയാതെ എന്റെ കൈ കൊണ്ട് തരും. എന്തുകൊണ്ടാ? ഭാര്യയെ എന്താ വരച്ചവരെ നിർത്താൻ എനിക്കറിയാം. ഭാമയ്ക്ക് എന്നെ പേടിയുള്ളത് കൊണ്ട് എന്റെ വീട്ടിൽ പ്രശ്നങ്ങളേ ഉണ്ടാവുന്നില്ല. എന്തായിരിക്കുന്നത്? ഇത് സാറേ, വക്കീലിന് കിട്ടുന്ന കാശ് വേറെ ആർക്കും കൊടുക്കാതെ സാറിന്റെ കൈ കൊണ്ട് തരുന്നത് സാറിനെ പേടിച്ചിട്ടൊന്നും അല്ല. ദാമോദരന്റെ ചിട്ടിയിൽ സാറിനെ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, ദാമോദര നിന്റെ ചിട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോനോജ് സാർ എന്നെ കൊന്നു കളയൂന്ന്. അപ്പൊ അവൻ പറഞ്ഞ് മോനോജ് സാർ ചേർന്നില്ലെങ്കിൽ വക്കീലിനെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ചിട്ടിയിൽ ചേർക്കണമെന്ന്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ദാമോദരന് വേണ്ടി ഞാൻ വക്കീലിനെ ചെന്ന് കണ്ടു. വക്കീലെ, ഞാൻ പറഞ്ഞില്ലേ ഈ ദാമോദരനെ നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാം. എത്ര കാലമായി അയാൾ ചിട്ടി നടത്തുന്നു.
ഒരാൾക്ക് പോലും 10 രൂപ പോലും കൊടുക്കാൻ ബാക്കിയില്ല. അത്രയ്ക്ക് കൃത്യമാണ്. മാസം വെറും 2000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ബാക്കിയില്ല ചിട്ടി ചേരണം. ഉത്തമം പറയുന്നതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദാമോദരൻ ഇക്കാര്യത്തിൽ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ മോഹനോട് ചോദിക്കാതെ. വക്കീലെ, സാറ് സമ്മതിക്കൂല. സാറിന് ആകെപ്പാടെ വിശ്വാസമുള്ളത് സർവീസ് ബാങ്കിലെ ചിട്ടിയാ. ഈ ദാമോദരന്റെ കാര്യം പറഞ്ഞ സാർ എന്നെ കൊല്ലും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനോ ഉത്തമ? എനിക്ക് കിട്ടുന്ന കാശ് ഞാൻ കൃത്യമായി മോഹനേട്ടന്റെ കയ്യിലും കൊടുക്കും. പിന്നെ എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഞാൻ പറഞ്ഞില്ലേ വക്കീലെ, കാശ് സാറിന്റെ കൈ കൊടുക്കുമ്പോ ഒരു 2000 കുറച്ചു കൊടുത്താൽ മതി. ചിട്ടി പിടിച്ച ഒന്നിച്ചൊരു തുക വക്കീലിന്റെ കൈ കിട്ടും. അതുകൊണ്ട് വക്കീലിന് എന്തും ചെയ്യാലോ. മോഹനേട്ടൻ സാറിനോട് ചോദിക്കേണ്ട ഇട വരൂലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മോഹനേട്ടൻ അറിയാത്ത ഒരു ഇടപാടിനും ഞാനില്ല. മനസ്സിലായി. പറയുമ്പോ വക്കീല് ഭയങ്കര വിപ്ലവകാരി. പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി വാതോരാതെ സംസാരിക്കും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ ഒരു വിപ്ലവവും ഇല്ല. മോഹനേട്ടൻ സാറിനെ പേടിച്ച് കിട്ടുന്ന കാശ് കൃത്യമായി മോഹനേട്ടൻ സാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. ഉത്തമ, എനിക്ക് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ മോഹനേട്ടനെ ഏൽപ്പിക്കുന്നു എന്നത് ശരിയാ. പക്ഷേ അത് മോഹനേട്ടനെ പേടിച്ചിട്ടല്ല. പിന്നെ ഞാൻ ആ പണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ മോഹനേട്ടനത് ഭയങ്കര സന്തോഷവും. അത് പണം കിട്ടിയതിന്റെ സന്തോഷമല്ല, ഞാൻ മോഹനേട്ടനെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ സന്തോഷം. ആ സന്തോഷം കാണുമ്പോ എന്റെ കണ്ണ് നിറയും. മോഹനേട്ടന്റെ സന്തോഷത്തിനെക്കാട്ടിലും വലുതായി എനിക്ക് ഈ ലോകത്തൊന്നുമില്ല. മോഹനേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുകയും ചെയ്യും. അതിനെ പേടിയായിട്ടാണ് നിങ്ങളൊക്കെ കാണുന്നെങ്കിൽ അതെനിക്കൊരു പ്രശ്നമല്ല. സാറേ, വക്കീലിനെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് സാറിന്റെ മഹാഭാഗ്യം. സാറിന്റെ സന്തോഷത്തിന് വേണ്ടിയാ വക്കീല് കിട്ടുന്ന കാശ് കയ്യോടെ സാറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നത്. പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കാര്യം, വീടിന്റെ കാര്യം നടന്നു പോവുമെങ്കിൽ പിന്നെ അവളുടെ കാശ് അവളുടെ ഇഷ്ടത്തിന് ചെലവാക്കട്ടെ സാറേ. സാറേ, കാലം മാറി. ഇനി ഇങ്ങനെ പഴയ ബലവും പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സാറിന്റെ വക്കീല് പാവം ആയതുകൊണ്ട് ക്ഷമിക്കും. ഭൂമിയിൽ വേറെ ഒരു പെണ്ണും അനാവശ്യമായ ഇതുപോലുള്ള സാറിന്റെ വാശി വകവെച്ച് തരൂല. ഞാൻ പോണേ. ഹലോ. ആ അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഈ ആഴ്ച വരാൻ പറ്റുമെന്ന് തോന്നില്ല. തിരക്കോട് തിരക്കാണ്. ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയല്ലേ. അന്നാണെങ്കിൽ ഇവിടെ തീർത്താ തീരാത്ത പണിയുമുണ്ട്. 20,000 രൂപയോ? എന്താ കാര്യം? അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ മോഹനേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ഉണ്ടോന്ന് അറിയില്ല. ശരി അമ്മേ, ഞാൻ രാത്രി വിളിച്ചോളാം. മോഹനേട്ടൻ നേരത്തെ വന്നോ? മണി 5 ആയുള്ളൂ. താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ചായ എടുക്കാം. മോഹനേട്ടൻ ഷർട്ട് മുണ്ട് മാറിവാ. ആരായിരുന്നു വിളിച്ചത്? അമ്മ. എന്താ കാര്യം? അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, വെറുതെ സാധാരണ വിളിക്കുന്ന വിളിച്ചു. എന്തോ ഒരു 20,000 രൂപയുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. 20,000 രൂപയുടെയോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ മോഹനേട്ടാ. ഞാനത് കേട്ടതുകൊണ്ടാണല്ലോ ചോദിച്ചത്. അല്ല മോഹനേട്ടാ, ചെറിയമ്മാവന് എന്തോ കുറച്ച് പൈസക്ക് അത്യാവശ്യം വന്നു. ആരോടൊക്കെയോ പറഞ്ഞിട്ട് കുറച്ച് കാശ് സംഘടിപ്പിച്ചു. ഇനിയൊരു 20,000 രൂപയുടെ കൂടെ കുറവുണ്ട്. അത് കൊടുക്കാവോന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. അടുത്ത മാസം തിരിച്ചരാന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കാര്യം പറഞ്ഞ പൈസ എന്റെ കയ്യിലുണ്ട്. പക്ഷേ മോഹനയുടെ സമ്മതിക്കുമെന്നറിയാതെ. നീ ജോലി ചെയ്തുണ്ടാക്കിയ പണം നിന്റെ വീട്ടിലെ ആവശ്യത്തിന് ചെലവാക്കുന്നതിന് ഞാനെന്തിനെതിര് പറയുന്നത്? അല്ല ഭാമേ, നീ പറയുന്ന ആവശ്യം ന്യായമാണല്ലോ. പൈസ അടുത്ത മാസം തിരിച്ചു കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ തന്നെ കൊടുക്കാതിരിക്കുന്നത്. മോഹനേട്ടൻ എന്നെ കളിയാക്കാണോ? കളിയാക്കിയത് ഞാനല്ലല്ലോ, നീയല്ലേ.
എനിക്ക് സന്തോഷമായിക്കോട്ടെന്ന് കരുതിയല്ലേ നിനക്ക് പൈസ കിട്ടുമ്പോഴൊക്കെ എന്റെ കൈ കൊണ്ടു തരുന്നത്. ഇതാര് പറഞ്ഞു? ഉത്തമൻ പറഞ്ഞു. നീ ഒന്നാളൊരു ദിവസം ഉത്തമനോട് അങ്ങനെ പറഞ്ഞു എന്ന്. അത് വേണ്ട, ഞാൻ വെറുതെ. ഇനി ഉരുളണ്ട. അല്ലെങ്കിലും നീ പറഞ്ഞതിൽ ന്യായമല്ലേ? സമ്പാദിക്കുന്ന പണം നീ ധൂർത്തടിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ ഇഷ്ടത്തിന് ചിലവഴിച്ചാൽ എന്താ തെറ്റ്? അമ്മയെ വിളിച്ച് പണം കൊടുക്കാന്ന് പറയൂ. അല്ല, ഞാൻ ഉത്തമനോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരാ. മോഹനേട്ടന്റെ സന്തോഷത്തിനോടും കൂടി വേണ്ടിയാ ഞാൻ പണം മോഹനേട്ടന്റെ കൈ തരുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഞാൻ മോഹനേട്ടനെ ഏൽപ്പിക്കുന്ന ഒരു ചില്ലി കാശ് മോഹനേട്ടൻ വെറുതെ ചെലവാക്കുന്നു ഇല്ല. മോഹനേട്ടന്റെ ഒരാവശ്യത്തിനും അതിൽ നിന്നും പൈസ എടുക്കില്ല. അപ്പൊ പിന്നെ കാശ് സ്റ്റേറ്റ് ബാങ്കിൽ ഇടുന്നതിനെക്കാട്ടിൽ എനിക്ക് വിശ്വാസം മോഹനേട്ടന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുന്നല്ലേ. പക്ഷെ ബാങ്കിലിടാൻ പലിശ കിട്ടും. മോഹനേട്ടന്റെ തൃപ്തി കാണുമ്പോ എനിക്കുണ്ടാവുന്ന സന്തോഷത്തോളം വരുമോ ബാങ്കുകാർ തരുന്ന പലിശ? പോട്ടെ. ആ ശിവൻകുട്ടിയുടെയും സുശീലയുടെയും കാര്യം എന്തായി? ഒന്നും ആയില്ല. ശിവൻകുട്ടി ഇപ്പോഴും ഒരേ വാശിയില്ല. ഭാര്യ സമ്പാദിക്കുന്ന കാശ് അയാളുടെ കയ്യിൽ തന്നെ കിട്ടണമെന്ന്. അത് ശിവൻകുട്ടിയുടെ അറിവില്ലായ്മ. ഇവനൊക്കെ എന്നാണോ എന്തോ വിവരം. പണം സമ്പാദിക്കുന്നവർക്ക് അത് ചിലവഴിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് പറയുമ്പോൾ വിപ്ലവമെന്നോ സ്ത്രീവാദമെന്നോ പറഞ്ഞ് പരിഹസിച്ചിട്ട് കാര്യമില്ല. ഭാര്യ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം നിർബന്ധപൂർവം വാങ്ങിയെടുക്കുന്നത് പിടിച്ചുപറി എന്ന വകുപ്പിൽ ഉൾപ്പെടുത്താവുന്ന കുറ്റകൃത്യം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ത്രീകൾക്കും പ്രാധാന്യം കിട്ടുന്ന ഒരു സുന്ദര ഭാവിയെ പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം.